മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഉപകരണങ്ങൾ വാങ്ങാനും ലക്ഷങ്ങൾ ചെലവഴിച്ച സർക്കാർ. സാങ്കേതിക ഉപകരണങ്ങൾക്കായി 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 23 ലക്ഷത്തോളം രൂപ. സോഷ്യൽ മീഡിയ സംഘത്തിന് ശമ്പളം നൽകാൻ 2.3 കോടി രൂപ ചെലവാക്കിയതിന് പുറമെയാണിത്. നവമാധ്യമ പരസ്യങ്ങൾക്കായി ലക്ഷങ്ങൾ ധൂർത്തടിച്ചതും ജനം TV പുറത്തുവിട്ടിരുന്നു. പ്രശാന്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ പുതിയ കണക്ക് എന്താണ്? അവീണ, സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നട്ടം തിരിയുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ മിക്കവരും അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ പലപ്പോഴും അഭിപ്രായപ്പെടുന്നത് പല കാര്യങ്ങളും പല സമരങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോഴും അടക്കം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നതാണ്. അതിൽ ആവർത്തിക്കുന്ന ഒരു മന്ത്രമായി തന്നെ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെയാണ്. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ സർക്കാർ നടത്തിയ ധൂർത്തിൻ്റെ വാർത്തകൾ നിരവധി വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ 10ാം വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഈ പിണറായി സർക്കാർ 10ാം വർഷം പൂർത്തിയാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സാമ്പത്തിക ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നിരിക്കുന്നത്. ആശമാർക്ക് 100 രൂപ അധികം നൽകാൻ അല്ലെങ്കിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുവാൻ കഴിയാത്ത പിണറായി സർക്കാരിൻ്റെ സാമ്പത്തിക ദുർവ്യയം, ആ ദുർവ്യയത്തിൻ്റെ കണക്കുകൾ തന്നെയാണ് ഒന്നുകൂടി പുറത്തു വരുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഹാൻഡിലുകൾ പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ടീമിന് വേണ്ടി ചെലവഴിച്ചതുമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. അതായത് PR വർക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരും. പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെയൊക്കെ PR വർക്കിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിച്ചൊരു കണക്കാണ്. അതും സോഷ്യൽ മീഡിയ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ചെലവഴിച്ചത്. അതാണ് 23 ലക്ഷം രൂപ. 2022 മെയ് മാസം 16-നാണ് ഈ സോഷ്യൽ മീഡിയ പുതിയ ഒരു സംഘത്തെ സർക്കാർ നിയമിക്കുന്നത്. ആ നിയമിച്ച സംഘത്തിൻ്റെ ഉപകരണങ്ങളടക്കമുള്ളവയും അതോടൊപ്പം തന്നെ സംഘത്തിലുള്ളവർക്ക് ശമ്പളമായി അടക്കം നൽകിയതും ചെലവഴിച്ചതുമാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. ഓർക്കണം, ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ധവളപത്രം പുറപ്പെടുവിക്കും, അതോടൊപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നതൊക്കെ അടക്കം പറഞ്ഞ് മറ്റ് ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞതാണ്. ആ മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞ സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ലക്ഷങ്ങൾ ചെലവിട്ട് അധിവയം നടത്തുന്നതെന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം 2022 മെയ് 16-നാണ്. ആ 2022-23 സാമ്പത്തിക വർഷത്തെ കണക്കുകളാണ്. 15,96,900 ലക്ഷം രൂപയാണ് ഈ അന്ന് 2022-23 കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ചെലവിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. അതോടൊപ്പം തന്നെ 2024-25 3,96,500 രൂപ അനുവദിച്ചു. നിലവിലെ നടപ്പ് സാമ്പത്തിക വർഷം 2,89,377 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ഇങ്ങനെ 23 ലക്ഷം രൂപ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണത്തിനും സർക്കാരിൻ്റെ പ്രചരണത്തിനടക്കം പുതിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ സർക്കാരിൻ്റെ വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയയിലെ ഹാൻഡിലുകളും അടക്കം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെയും തുകകൾ ചെലവഴിച്ചിരുന്നു. അങ്ങനെ 12 അംഗ സംഘത്തെ വേണ്ടിയിട്ട് നേരത്തെ 23,30,000 രൂപ സംതിങ് തുക അങ്ങനെയും ചെലവഴിച്ചിരുന്നു. ഇങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിൽ ഇങ്ങനെ ദുർവ്യയം കൂടുതൽ സർക്കാരായിട്ട് പിണറായി സർക്കാർ മാറുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ചെലവ് ചുരുക്കൽ നയങ്ങളെല്ലാം പറയുമ്പോൾ അത് സർക്കാരിന് ബാധ്യതയല്ല. സർക്കാർ ഇത്തരത്തിലുള്ള അധിക ചെലവുകൾ നടത്തും. അതോടൊപ്പം തന്നെ PSC ചെയർമാൻ അടക്കം ശമ്പളം കൂട്ടി നൽകും. ഇങ്ങനെ അധിക ചെലവുകൾ നടത്തിക്കൊണ്ട് പോകും. എന്നാൽ ജനങ്ങൾ മുണ്ടുമുറുക്കി കൊടുക്കണമെന്ന് പറയുകയും ചെയ്യും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം അനാവശ്യ ചെലവുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു വലിയ കണക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ച കണക്കുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. 23 ലക്ഷം രൂപയാണ് സർക്കാരിൻ്റെ സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. 2022-ലാണ് ഇതിനൊരു പുതിയ സംഘത്തെ നിയോഗിക്കുന്നത്. ആ പുതിയ സംഘത്തിന് വേണ്ടിയിട്ടാണ് നേരത്തെയും ഇതുമായി സമാനമായ 2023 മുമ്പും സമാനമായ രീതിയിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിന് വേറെയും തുക ചെലവഴിക്കുന്നു. അതും നമ്മൾ വാർത്തയാക്കിയിരുന്നു. അതിനുശേഷം ഈ 2022 മുതലുള്ള ഒരു കണക്കുകളാണ് ഇത്രയും ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഓരോ സാമ്പത്തിക വർഷവും ഇങ്ങനെ 15 ലക്ഷം രൂപ വെച്ചും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ഒരു തുകകൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. കാരണം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയും ധനം വ്യയത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സമയം ഈ പല സമയങ്ങളിലടക്കം കേന്ദ്രം പണം നൽകുന്നതിനടക്കം പറഞ്ഞുകൊണ്ടുള്ള കുറ്റം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു പിണറായി സർക്കാരിൻ്റെ
കാലത്താണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഓരോ വാർത്തകളായിട്ട് പുറത്തു വരുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക ദുർവ്യയം ആയി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ വേണ്ടി മാത്രമായിട്ട് ചിലവഴിക്കുന്നത്. 2022-ലും 23-ലും 24-ലും സാമ്പത്തിക വർഷങ്ങളിൽ ചിലവഴിച്ച കണക്കുകളാണ് 23 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. ഒന്നുകൂടി നമുക്ക് ആ കണക്കുകൾ പരിശോധിക്കാം. 15,96,900 രൂപ, 15,96,900 രൂപയാണ് 2022-23 സാമ്പത്തിക വർഷം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിനും അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ആ സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ആ സംഘത്തിന് ശമ്പളം നൽകുന്നതിനടക്കം ഒരു വർഷം ചിലവഴിച്ചത്. 2022-23 സാമ്പത്തിക വർഷം ചിലവഴിച്ചത്. പിന്നീട് 2024-ലേക്ക് വരികയാണ്, 25-ലേക്ക് വരികയാണെങ്കിൽ അത് 3,96,500 രൂപ അങ്ങനെയും ചിലവഴിച്ചു. അതിനുശേഷം ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെയാണ് കണക്കുകളാണ് 2,89,377 എന്ന് പറയുന്നത്. വലിയ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് തന്നെയാണ് അവസാന നിമിഷവും ഈ സർക്കാർ പോകുന്നത്, സർക്കാരിൻ്റെ സമീപനം ഉണ്ടാകുന്നത്. സർക്കാരിന് ഇക്കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളോ ഒന്നുമില്ല. അതിൽ യഥേഷ്ടം സ്വീകരിക്കാം അല്ലെങ്കിൽ യഥേഷ്ടം ചിലവഴിക്കാവുന്നൊരു സാഹചര്യമുള്ളത്. അതായത് സർക്കാരിനോടൊപ്പം നിൽക്കുന്നവർ, സർക്കാരിനോട് അനുചര വൃന്ദങ്ങളായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ശമ്പളം നൽകുന്നതിനായാലും ശരി, ശമ്പളം കൂട്ടി നൽകുന്നതിനായാലും ശരി, സർക്കാരിൻ്റെ ഈ 4ാം വാർഷിക ദൂരത്തിന് കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. കോടികളാണ് 4ാം വാർഷികം, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിൽ കോടികളാണ് ചിലവഴിച്ചത്. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിന് വേണ്ടി മാത്രമായിട്ട് 23 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ അധികം ചെലവഴിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി പ്രശാന്ത്.